വെബ് പ്രോഗ്രാമിംഗ് യൂസിങ് PHP. PHP ലാബ് പ്രോഗ്രാംസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് റൈറ്റ് PHP പ്രോഗ്രാം ടു ഡിസ്പ്ലേ ദ സെലക്ടഡ് ഫ്രൂട്ട്സ് ഇൻ എ വെബ് പേജ്. ഇവിടെ ആദ്യം HTML വെബ് പേജിൽ ഡിസൈൻ ചെയ്യാൻ പറയുന്നുണ്ട്. എന്താ ഡിസൈൻ ചെയ്യേണ്ടത്? ലിസ്റ്റ് ഓഫ് ഫ്രൂട്ട്സ്. ഒരു ലിസ്റ്റ് ബോക്സ് ഉണ്ടായിരിക്കും. ആ ലിസ്റ്റ് ബോക്സ് നമുക്ക് ഡിസൈൻ ചെയ്യണം. ലിസ്റ്റ് ബോക്സിലെ കണ്ടന്റ് എന്തൊക്കെയാ? കുറച്ച് ഫ്രൂട്ട്സിന്റെ നെയിംസ് ആണ്. PHP കൂടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് PHP കോഡ് ടു ഡിസ്പ്ലേ സെലക്ടഡ് ഫ്രൂട്ട്. അപ്പൊ അതിന് നമ്മൾ കോംബോ ബോക്സ് നമ്മൾ ക്ലിക്ക് ചെയ്യും. കോംബോ ബോക്സ് എന്ന് പറയാം, സെലക്ട് ബോക്സ് എന്ന് പറയാം, ഡ്രോപ്പ് ഡൗൺ ബോക്സ് എന്ന് പറയാം. ഇതെല്ലാം നമുക്ക് സെയിം ഒന്നിനെ തന്നെ പറയുന്നത്. ആ ലിസ്റ്റ് ബോക്സിൽ നിന്നും ഒരു കണ്ടന്റ് നമുക്ക് ചൂസ് ചെയ്യാം. മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്യാം. ആ ക്ലിക്ക് ചെയ്ത സെലക്ട് ചെയ്ത കണ്ടന്റ് എന്താണോ ആ ഒരു ഫ്രൂട്ട് നെയിം ആ വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്യുക. ഇത്രയുള്ള പ്രോഗ്രാം. വളരെ വളരെ സിമ്പിൾ പ്രോഗ്രാമാണ്. നോക്കാം, കോഡ് നോക്കാം. കോഡ് നോക്കി, ഇതാണ് HTML ഡിസൈൻ ചെയ്യുന്ന കോഡ്. നമുക്ക് ഏതാണ് ടാഗ് ഉപയോഗിക്കുക? സെലക്ട് അല്ലെ. സെലക്ട് എന്ന ടാഗ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. അപ്പൊ ഈ സെലക്ട് ബോക്സിൽ നിന്നാണ് ഒന്ന് ചൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് നമ്മൾ നെയിം സെറ്റ് ചെയ്തു. FR എന്നാണ് നെയിം സെറ്റ് ചെയ്തു. നെയിം ഇസ് ഈക്വൽ ടു FR. അല്ലെ വാല്യൂസ് ഏതൊക്കെയാ? ഫസ്റ്റത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഗ്രേപ്പ് നമുക്ക് കൊടുത്തിട്ടുണ്ട്, ഗ്രേപ്പ്. സെക്കൻഡ് ബനാന, ചിക്കു, ആപ്പിൾ, ഓറഞ്ച്, ദെൻ പൈനാപ്പിൾ. ഇങ്ങനെ രൂപത്തിലുള്ള വേർഡ്സ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ആ കോംബോ ബോക്സിൽ അവൈലബിൾ ആണ്. ഇത് റൺ ചെയ്ത് നോക്കാം. ഇന്റർഫേസ് കാണാം. എങ്ങനെയാ റൺ ചെയ്യുക? നമ്മുടെ ലോക്കൽ ഹോസ്റ്റ് അടിക്കുക അല്ലെ. ലോക്കൽ ഹോസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത വിൻഡോ ഓപ്പൺ ചെയ്യുക. ദെൻ നമ്മുടെ ഫോൾഡർ, ആ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുക. ഫ്രൂട്ട്സ്, ലിസ്റ്റ് ഓഫ് ഫ്രൂട്ട്സ് ക്ലിക്ക് ചെയ്യുക. ഇത് കണ്ടോ, ചൂസ് യുവർ ഫേവറേറ്റ് ഫ്രൂട്ട്. ഒരു കോംബോ ബോക്സ്, ഒരു ബട്ടൺ. ഈ കോംബോ ബോക്സിൽ ഫസ്റ്റ് എൻട്രി ഉണ്ട് പ്ലീസ് സെലക്ട് എന്നാണ്. ഇനി പ്ലീസ് സെലക്ട് വരാൻ കാരണം ഞാൻ അത് ഇവിടെ ഓപ്ഷനായി കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അത് ചൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇവിടെ ബ്ലാങ്ക് ആക്കി കൊടുത്തിട്ടുണ്ട് വാല്യൂ. പ്ലീസ് സെലക്ട് കൊടുത്തുള്ളൂ. അതിന്റെ വാല്യൂ ബ്ലാങ്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പ്ലീസ് സെലക്ട് എന്ന ഭാഗം അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. അല്ലെങ്കിൽ ഇത് ബ്ലാങ്ക് ആയിട്ട് വരും. ഫസ്റ്റത്തെ വാല്യൂ ഏതാണോ അതാണ് അവിടെ വരും. ഓക്കെ, അപ്പോൾ പ്ലീസ് സെലക്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏതെങ്കിലും ഒന്ന് നമ്മൾ ചൂസ് ചെയ്യുക. സപ്പോസ് ബനാന. ദെൻ സെലക്ട് കൊടുത്താൽ താഴെ പ്രിന്റ് ചെയ്ത് വരണം. ഇതിന്റെ PHP കോഡ് നോക്കാം. ഇവിടെ മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ് അല്ലെ. സോ പോസ്റ്റ് ഉപയോഗിച്ച് ഡാറ്റ റീഡ് ചെയ്തു. എങ്ങനെ റീഡ് ചെയ്ത്? പോസ്റ്റ് ഉപയോഗിച്ച് റീഡ് ചെയ്ത ഡാറ്റ ഇവിടെ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിട്ട് യു ഹാവ് ഇൻഡിക്കേറ്റഡ് ദാറ്റ് യു ലൈക്ക് എക്വൽ എന്ത് പ്രിന്റ് ചെയ്യണം? $സിംബൽ അണ്ടർസ്കോർ പോസ്റ്റ് FR. ഈ FR എവിടുന്ന കിട്ടുക? ഇവിടെ ഈ ഒരു സെലക്ട് ബോക്സിൽ നിന്നും ഡാറ്റ പിക്ക് ചെയ്യും. ഈ നെയിം ഉപയോഗിച്ചിട്ട് ഡാറ്റ പിക്ക് ചെയ്യും. അപ്പൊ പോസ്റ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഈ ഒരു FR-ലുള്ള ഡാറ്റ അവിടെ പിക്ക് ചെയ്യും. സെലക്ട് ചെയ്ത ഡാറ്റ ഏതാണോ അത് പിക്ക് ചെയ്യും. അത് ഇവിടെ എക്വലി പ്രിന്റ് ചെയ്യും. ഇത്രയും ഈ രണ്ട് ലൈനിൽ PHP കൂടെ ഉള്ളൂ. ജസ്റ്റ് പ്രിന്റ് ചെയ്യിപ്പിക്കാം. നോക്കാം, നോക്കാം. സെലക്ട് ക്ലിക്ക് ചെയ്യുക. ബനാന ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട്. യു ഹാവ് ഇൻഡിക്കേറ്റഡ് ദാറ്റ് യു ലൈക്ക് ബനാന. ആണോ? ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ചിക്കു ആണോ, പൈനാപ്പിൾ. ഇവിടെ കൊടുത്തുള്ള വാല്യൂസ് വരും. ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ ചിക്കു എന്ന് ക്ലിക്ക് ചെയ്യണം. ചിക്കു. ദെൻ സെലക്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ചിക്കൂസ് എന്ന് പറഞ്ഞാൽ ചിക്കൂസ് ഇങ്ങനെ അവിടെ വരുന്നത് അല്ലെ. ഇത് വരാൻ കാരണം നോക്കി, ഇവിടെ ആക്ച്വലി പ്രിന്റ് ചെയ്യുന്ന കണ്ടന്റ് ഈ കൊടുക്കുന്ന വാല്യൂസ് അല്ല. നമ്മൾ വിചാരിക്കും ഈ ഒരു വാല്യൂ വിചാരിക്കും അല്ല. ഇവിടെ ചിക്കു എന്നാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് നമുക്ക് കണ്ടത്. പക്ഷെ ഇവിടെ ഔട്ട്പുട്ട് ആയിട്ട് വരുമ്പോൾ എന്താ? ചിക്കൂസ് എന്നാണ് ഈ ഒരു വാല്യൂ പ്രിന്റ് ചെയ്യുന്നത്. പ്രോഗ്രാം നോക്കി, ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് വരുന്ന ചിക്കു എന്നാണ് ഉള്ളത്. ഡിസ്പ്ലേ ചെയ്യുന്ന കണ്ടന്റ് ആണ് ചിക്കു. പക്ഷെ താഴെ പ്രിന്റ് ചെയ്യുന്നതോ ഈ മുകളിൽ കൊടുത്ത ചിക്കു അല്ല പ്രിന്റ് ചെയ്യുന്നത്, ചിക്കൂസ് ആണ് പ്രിന്റ് ചെയ്യുന്നത്. അതാണ് ഞാൻ ഇവിടെ ഇങ്ങനെ കൊടുക്കാൻ കാരണം. ഓക്കെ, ഇവിടെ ബനാന ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ബനാന കൊടുത്ത ശേഷം ഞാൻ ഇവിടെ വേറെ പേര് കൊടുക്കാണ്, ബനാന ട്രീ എന്ന് പറഞ്ഞു. ഒന്ന് റൺ ചെയ്ത് നോക്കാം. ലിസ്റ്റ് ഓഫ് ഫ്രൂട്ട് ക്ലിക്ക് ചെയ്യും. ബനാന ക്ലിക്ക് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ ബനാന ട്രീ എന്നാ വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു ഇവിടെ കൊടുക്കുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ ഇവിടെയുള്ള ഈ ഒരു ഏരിയയിലുള്ള കണ്ടന്റുകൾ ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ കോംബോ ബോക്സ് ഡിസ്പ്ലേ ചെയ്യുന്ന കണ്ടന്റ് ആണ് ഗ്രേപ്പ്, ബനാന, ചിക്കു എന്നൊക്കെ. പക്ഷെ ഔട്ട്പുട്ട് ആയിട്ട് പ്രിന്റ് ചെയ്യുമ്പോൾ ഇത് പിക്ക് ചെയ്യുന്ന വാല്യൂസ് ആണ്. ഈ വാല്യൂ ഇസ് ഈക്വൽ ടു എന്ന പ്രോപ്പർട്ടിയാണ് പ്രിന്റ് ചെയ്ത് വരുന്നത്. ബനാന ട്രീ, അതായത് ചിക്കൂസ് എന്ന് പറഞ്ഞത്. ഇപ്പൊ പ്ലീസ് വെയിറ്റ് ഞാൻ ഒരു ബ്ലാങ്ക് കൊടുത്തിട്ടുള്ളത്. ഈ പ്ലീസ് വെയിറ്റ് പ്ലീസ് വെയിറ്റ് ആകും. ഞാൻ ജസ്റ്റ് സെലക്ട് കൊടുത്തു. എന്താ വരും? ബ്ലാങ്ക് ഒന്നും വരില്ല കണ്ടോ. ഇവിടെ ബ്ലാങ്ക് ആയിട്ട് വന്നത് കണ്ടന്റ് ഒന്നുമില്ല. കാരണം എന്താ? ആ കണ്ടന്റ് ഇവിടെ വാല്യൂ ഇസ് ഈക്വൽ എന്നൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവിടെ വന്നത്. അതുപോലെ ബനാന എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ബനാന ട്രീ എന്നുള്ളത് പ്രിന്റ് ചെയ്ത്. അപ്പൊ ആ വാല്യൂ വാല്യൂ ഇസ് ഈക്വൽ എന്ന് കൊടുക്കുന്നതാണ് ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, മറ്റേ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നെക്സ്റ്റ് ഒരു പ്രോഗ്രാം കൊണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.